SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് PPA ജനറേറ്റ് ചെയ്യുന്ന വിധമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. PPA ജനറേഷന് വേണ്ടിയിട്ട് GBIZ.CANARABANK.IN എന്ന സൈറ്റ് അഡ്രസ്സിൽ പ്രവേശിക്കുക. മേക്കർ, ചെക്കർ എന്നീ രണ്ട് റോളിൽ ഫയൽ പൂർത്തിയാക്കിയാലാണ് PPA ജനറേഷൻ പൂർത്തിയാകുന്നത്. സ്കൂളിലെ ഉച്ചക്കഞ്ഞി ചാർജുള്ള അധ്യാപകനാണ് മേക്കർ. സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് ചെക്കർ. ഈ രണ്ട് ഫയലും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ PPA ജനറേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. മേക്കറിൻ്റെ മെയിൽ ID, പാസ്വേഡ് എന്നിവ നൽകി സ്ക്രീനിൽ വരുന്ന ക്യാപ്ച നൽകി മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP നമ്പർ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഫയലിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. മുൻനിരയിലെ നീല ബാറിൽ നിന്നും മൂന്നാമത്തെ ഓപ്ഷനായ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിലെ ലാസ്റ്റത്തെ സബ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് മധ്യഭാഗത്തായിട്ട് വരുമ്പോൾ ഇനീഷ്യൽ പേയ്മെൻ്റ് ഉള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും മേക്കറുടെ ഡീറ്റെയിൽസും എല്ലാം സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിലെ മധ്യഭാഗത്തുള്ള നറേഷൻ എന്നുള്ള ആ കോളം സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതാണ്. ഇവിടെ എൻട്രി ചെയ്യുന്നു. കുക്കിംഗ് കോസ്റ്റ്, മൂന്ന് 2025. അതിനുശേഷം സാങ്ഷൻ നമ്പർ എൻട്രി ചെയ്യുക. സാങ്ഷൻ നമ്പർ എന്ന് വെച്ചാൽ ഇത് ഏത് സ്കൂളിലാണോ ചെയ്യുന്ന ആ സ്കൂളിലെ ഫയൽ നമ്പറാണ്. എത്രാമത്തെ PPA ആണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്പർ എൻട്രി ചെയ്യുക. 3 ബാർ 2025 26. അതിനുശേഷം സാങ്ഷൻ ഡേറ്റ് കൊടുക്കുക. തുടർന്ന് റിമാർക്സിൽ നറേഷനായിട്ട് എന്താണോ കൊടുത്തത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുക. തുടർന്ന് സേവ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം സക്സസ്, ഫയൽ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി, ഓർഡർ നമ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് കാണുന്ന സ്ക്രീനിൽ പ്രൊസീഡ് ടു സെലക്ടിങ് ബെനിഫിഷ്യറി ഓർ വെണ്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്നുള്ള സ്ക്രീനിൽ സെലക്ട് വെണ്ടർ ബെനിഫിഷ്യറി ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നു. ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ അല്പം മുമ്പ് ചെയ്ത ഓർഡർ നമ്പർ അവിടെ സെലക്റ്റഡായി വരും. സെലക്ട് കൊടുക്കുക. ഫെച്ച് കൊടുക്കുക. തുടർന്ന് ഫൈൻഡ് വെണ്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി സെർച്ച് ചെയ്യുക. അല്ല എങ്കിൽ മറ്റേതെങ്കിലും വെണ്ടർക്കാണ് നൽകുന്നതെങ്കിൽ ആ വെണ്ടറുടെ അക്കൗണ്ട് നമ്പർ നൽകി സെർച്ച് ചെയ്യുക. വെണ്ടർ കോഡ് ഫെച്ച് ചെയ്യുക. സെലക്ട് കോമ്പൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് നൽകുക. അനുവദിച്ച എമൗണ്ട് നൽകി ആഡ് കോമ്പണൻറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് വെണ്ടർ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന കോളം സെലക്ട് ബ്രാഞ്ച് അഡ്വൈസ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇനീഷ്യൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ മേക്കറുടെ റോള് പൂർത്തിയായി.
തുടർന്ന് സൈറ്റ് ലോഗ് ഔട്ട് ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെക്കറുടെ മെയിൽ ID, പാസ്വേഡ്, ക്യാപ്ച, ഫോൺ നമ്പറിൽ വരുന്ന OTP നമ്പർ കൊടുത്ത് ലോഗിനിൽ പ്രവേശിക്കുക. ബോക്സ് ക്ലോസ് ചെയ്യുക. മുൻനിരയിലെ നീല ബാറിൽ അപ്രൂവ് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ ഓർഡർ നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ഓർഡർ നമ്പർ സെലക്ട് ചെയ്ത് ഫെച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ശരിയാണ് എങ്കിൽ അപ്രൂവ് ആൻഡ് പേയ്മെൻറ്റ് OTC അഡ്വൈസിൽ ക്ലിക്ക് ചെയ്യുക. തെറ്റാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. നടപടിക്രമങ്ങൾ പൂർത്തിയായി. തുടർന്ന് ഇതിൻ്റെ PPAയുടെ പ്രിൻ്റ് എടുക്കുന്നതിന് അപ്രൂവ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ്, ജനറേറ്റ് PPA ഓർ DSC എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന കോളത്തിൽ അഡ്വൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PPAയുടെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. താങ്ക് യു.